നമ്മുടെ അങ്കമാലി ബാങ്ക് ജംഗ്ഷനിലുള്ള ബർഗർ ലോഞ്ച് വിസിറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാനും ചേച്ചിയുടെ മോള് പൊന്നും കൂടെ അവിടെ ജസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന പാടെ ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് അങ്ങോട്ട് ഓർഡർ ചെയ്തു. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് വരാൻ എന്തായാലും സമയമെടുക്കും. ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു, ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണല്ലോ നമ്മുടെ വാട്ട്സ് ഇൻ മൈ ബാഗ്. പണ്ടൊക്കെ എല്ലാവരും ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അത് ചെയ്യാമെന്ന്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സംഭവം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ സ്പോട്ടിൽ പ്ലാൻ ചെയ്തുകൊണ്ട് കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. ഇതെൻ്റെ തോളിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു ബാഗാണ്. മെയിനായിട്ട് എൻ്റെ ഒരു വാലറ്റ് ഉണ്ട്, അതിനകത്ത് 100 രൂപയുണ്ട്. പിന്നെ എൻ്റെ ടിഷ്യൂ പേപ്പർ, കാറിൻ്റെ ചാവി, എഴുതാനൊരു പേന, അങ്ങനെ നോർമലി എല്ലാവരുടെയും ഉണ്ടാകുന്ന ഐറ്റംസ് ഒക്കെ തന്നെയുള്ളൂ. പിന്നെ അത് ഇപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബാലൻസ് കിട്ടിയ പൈസ അങ്ങനെ എടുത്ത് ബാഗിലിട്ടതാണ്. പിന്നെ കാറിൻ്റെ ഡാഷ്ബോർഡ് തുറന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിടി കയ്യിലിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം പുതിയത് വാങ്ങണം, പൊട്ടിപ്പോയി. അപ്പോൾ അതിന് വേണ്ടി മോഡൽ ബാഗിലെടുത്തിട്ടതാണ് കേട്ടോ. പിന്നെ അല്ലറ ചില്ലറ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവാറുള്ളതാണ് ഒരു റോസറി. അപ്പോൾ ഇപ്രാവശ്യം അത് പുതിയതാണ് കേട്ടോ. എൻ്റെ പപ്പയുടെ പെങ്ങള് സിസ്റ്റർ ആൻറ്റി വന്നു കഴിഞ്ഞപ്പോൾ തന്നതാണ്. അതുണ്ട്. പിന്നെ ഒരു സ്പെയർ കമ്മലുണ്ട്. എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇടാതിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ എങ്ങാനും മിസ്സായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കമ്മൽ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും സ്വർണ്ണമല്ല കേട്ടോ. സ്വർണ്ണമൊന്നും ഞാൻ ബാഗിൽ അങ്ങനെ കൊണ്ടുനടക്കാറില്ല. പിന്നെ ഒരു ലിപ് ബാം ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു സാനിറ്റൈസറാണ്. പിന്നെ എല്ലാ സ്ത്രീകളുടെ കയ്യിൽ കാണുന്ന പോലെ സേഫ്റ്റിക്ക് വേണ്ടി എൻ്റെയിലും ഒരു പാൻറ്റി ലൈനർ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് പൗച്ച് ഞാൻ എൻ്റെ മെഡിസിൻസ് ഒക്കെ ഇടാൻ വേണ്ടി വെച്ചതാണ്. പക്ഷെ അതിനകത്ത് പല്ലറ ചില്ലറ എല്ലാ സാധനങ്ങളും കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെൻ്റെ മിസ്റ്റർ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇടയ്ക്ക് ആൾക്ക് മൈഗ്രെയിൻ വരുമ്പോൾ പുരട്ടി കൊടുക്കാനായിട്ട് ആക്സോയിൽ ഉണ്ട്. പിന്നെ 2-3 പാരസെറ്റമോൾ കൂടി കിടക്കുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ ട്രാവൽ കഴിഞ്ഞ് വന്നുകൊണ്ട് എൻ്റെ ബാഗ് ഒട്ടും ഓർഗനൈസ്ഡ് അല്ല കേട്ടോ. അല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ ഓർഗനൈസ്ഡ് ആവാറുണ്ട്. ഇതിപ്പോൾ തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ട് പെട്ടെന്ന് തോന്നിയ ഐഡിയ ആയതുകൊണ്ടും അങ്ങനെ റോ ആയിട്ട് അങ്ങോട്ട് എടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ വാട്ട്സ് ഇൻ മൈ ബാഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സംഭവങ്ങളൊക്കെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്മോക്ക്ഡ് ചിക്കൻ്റെ ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. പിന്നെ പൊന്നൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വോൾക്കാനോ ബർഗറാണ്. നാട്ടിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ മെയിൻ ഒരു വിനോദമായിരുന്നു ചേച്ചിയുടെ മക്കളെയും കൊണ്ട് പുറത്തൊക്കെ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ ഹാപ്പി ആക്കാന്നുള്ളത്. നമ്മുടെ ചൈൽഡ്ഹുഡിലും നമ്മൾ ഇതേപോലെ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയി നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിത്തന്ന് വെറൈറ്റി ഫുഡൊക്കെ വാങ്ങിച്ചു തരുന്നതൊക്കെ ഇതേപോലെ നമ്മുടെ ആൻറ്റിമാരും അച്ചാച്ചന്മാരും പേപ്പന്മാരും ഒക്കെ ആയിരിക്കുമല്ലോ. അങ്ങനത്തെ മെമ്മറീസ് ഒന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ഒട്ടും മാഞ്ഞു പോകാറില്ലല്ലേ. അതൊക്കെ എപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർഫുൾ മൊമെന്റ്സ് ആയിരിക്കും. ആളൊരു ബർഗർ ലവർ ആയതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കാതെ ഇതേ ഒരു വോൾക്കാനോ ബർഗർ ആൾ തീർത്തിട്ടുണ്ട്. നമ്മളവിടെ ക്വാർട്ടേഴ്സിലായിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു മേജർ മിസ്സിങ് ഈ ഒരു മേഖലയിലൊക്കെ തന്നെയാണ്, പിള്ളേരുടെ കൂടെ എൻജോയ് ചെയ്യുന്നത്. ഇനിയപ്പോൾ അടുത്തൊരു കുട്ടി വ്ളോഗായിട്ട് ഉടനെ കാണാട്ടോ.